അറക്കൽ ബീവി ഭാഗം 24. ഹലോ സമദ്, ഇന്നലെ ഇവിടെ തൻ്റെ മരുമകൻ വന്നു കേസ് തന്നിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് പറയാൻ വിളിച്ചതാണ്. ആ പറയൂ സാർ. നിങ്ങൾ കുറ്റം ആരോപിച്ച ഷഫീഖ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണല്ലോ. അയാൾക്ക് 2 കൈയും കാലും പ്ലാസ്റ്റർ ഇട്ടതാണ്. അതുകൊണ്ട് ഒരു അറസ്റ്റ് ഇപ്പോൾ നടക്കില്ലല്ലോ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒരു മധ്യസ്ഥ ചർച്ചയ്ക്ക് വെക്കാം. അയാളെ നമുക്കൊന്ന് പോയി ഹോസ്പിറ്റലിൽ വെച്ച് കാണാം. എന്തു പറയുന്നു? ശരിയാണ് സാർ. അന്ന് എൻ്റെ മകൾക്ക് ആപത്തൊന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് അയാൾക്കെതിരെയുള്ള കേസ് ഞാൻ പിൻവലിച്ചോളാം. പക്ഷേ ഇനിയും അവൾക്ക് നേരെ അയാൾ നീങ്ങരുത്. അത്ര മാത്രമേ ആവശ്യമുള്ളൂ. ഓക്കെ സമദ്, എന്നാൽ താനും തൻ്റെ സണ്ണിലോയും സ്റ്റേഷനിലേക്ക് വാ. നമുക്കൊന്നിച്ച് ഹോസ്പിറ്റലിൽ അവനെ ഒന്ന് കണ്ടുവരാം. ഓക്കെ സാർ, ഞങ്ങൾ ഇപ്പോൾ തന്നെ നേരിട്ട് ഹോസ്പിറ്റലിലേക്ക് വരാം. നിങ്ങൾ പുറപ്പെട്ടോളൂ. ഓഫീസിലിരിക്കുമ്പോഴാണ് SI വിളിച്ചത്. വേഗം തന്നെ സമദ് അവനോടും വിവരം പറഞ്ഞു. രണ്ടുപേരും ഷഫീഖ് കിടക്കുന്ന ഹോസ്പിറ്റലിലേക്ക് വണ്ടി വിട്ടു. അവരവിടെ എത്തുമ്പോഴേക്കും SIയും കൂട്ടരും അവിടെ എത്തിയിരുന്നു. അവരെല്ലാം ഒരുമിച്ച് തന്നെ ഷഫീഖ് കിടക്കുന്ന റൂമിലേക്ക് നടന്നു. റൂമിൻ്റെ മുമ്പിലെത്തി വാതിലിൽ തട്ടി. വാതിലിൽ ആരോ തട്ടി വിളിക്കുന്ന ശബ്ദം കേട്ടപ്പോൾ അബ്ദുറഹ്മാൻ എണീറ്റ് വാതിൽ തുറന്നു. മുന്നിൽ പോലീസിനെ കണ്ട് അയാൾ പെട്ടെന്ന് പേടിച്ചു. മുഖമാകെ വിളറി വെളുത്തു. മോനെ അറസ്റ്റ് ചെയ്യാൻ വന്നതായിരിക്കും അയാൾ ആലോചിച്ചു നിന്നു. എന്താടോ വാതിൽ മറഞ്ഞു നിൽക്കുന്നത്? ഞങ്ങൾ അകത്തേക്ക് വന്നോട്ടെ, മാറി നിൽക്ക്. തറഞ്ഞു നിൽക്കുന്ന അബ്ദുറഹ്മാനെ നോക്കി SI പറഞ്ഞു. അത് കേട്ട് അയാൾ പെട്ടെന്ന് വാതിലിൻ്റെ അടുത്തു നിന്ന് മാറി നിന്നു. ബെഡിൽ കിടക്കുന്ന ഷഫീഖും റൂമിലേക്ക് വന്നവരെ കണ്ടു പേടിച്ചു വിറച്ചു. SIയുടെ പിന്നാലെ അവനും സമദും അകത്തേക്ക് കടന്നു. സമദിനെ കണ്ടപ്പോൾ അബ്ദുറഹ്മാൻ മുഖം കുനിച്ചു. നിക്കാഹ് മുടങ്ങിയത് തന്നെ താൻ ചെയ്ത തെറ്റിൻ്റെ പുറത്താണ്. ഇപ്പോൾ മകൻ ചെയ്തതും കൂടി അവരെ നന്നായി പ്രകോപിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നല്ലത് തരാൻ ചാൻസ് ഉണ്ട്. എന്താണ്, സുഖമല്ലേ മിസ്റ്റർ ഷഫീഖ്? ഷഫീഖിനെ നോക്കി SI ചോദിച്ചു. അവൻ അയാളെ പേടിയോടെ നോക്കി ഉമിനീരിറക്കി. പോകുമല്ലേ അങ്ങ് ലോക്കപ്പിലേക്ക്? ഇനി അവിടെ ഇങ്ങനെ മലർന്നു കിടക്കാം അല്ലേ? അയാൾ പുച്ഛത്തോടെ വീണ്ടും പറഞ്ഞു. സാർ, ഇവനൊരു അബദ്ധം പറ്റിയതാണ്. അതിനെന്ത് വേണമെങ്കിലും നഷ്ടപരിഹാരം ഞങ്ങൾ നൽകാം. പ്ലീസ് സമദ്, താൻ ഈ കേസ് പിൻവലിക്കണം, അബ്ദുറഹ്മാൻ യാചിക്കും പോലെ പറഞ്ഞു. അത് കേട്ട് അമൻ മുന്നോട്ട് വന്നു. ഇവൻ എൻ്റെ പെണ്ണിനെയാണ് കിഡ്നാപ്പ് ചെയ്യാൻ ശ്രമിച്ചത്. ഞങ്ങളുടെ ഭാഗ്യം കൊണ്ട് അവൾക്കൊന്നും സംഭവിച്ചിട്ടില്ല. മറിച്ചായിരുന്നു സംഭവിച്ചതെങ്കിലോ? നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? ഇപ്പോൾ ഇവനെ വെറുതെ വിട്ടാൽ ഇവളുടെ പിന്നാലെ ഇവൻ വീണ്ടും വരില്ല എന്ന് എന്താണ് ഉറപ്പ്? ഒരു തവണ നിക്കാഹിൻ്റെ പന്തലിൽ നിന്ന് ഇറങ്ങിപ്പോയവൻ പിന്നെ എന്തിനാ എൻ്റെ കെട്ടിയ പെണ്ണിൻ്റെ പിന്നാലെ വരുന്നത്? പറയണം മിസ്റ്റർ, അത് അവനൊരു അബദ്ധം പറ്റിയതാ മോനെ. ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്ന് ഞങ്ങൾ ഉറപ്പ് തരാം. ഈ കിടപ്പിൽ നിന്ന് അവൻ എണീക്കാൻ മാസങ്ങളെടുക്കും. ഇവൻ ഈ കിടപ്പ് കിടക്കുന്നത് കൊണ്ടാണ് ഞാൻ അവൻ്റെ മേൽ കൈവെക്കാത്തത്. അല്ലെങ്കിൽ ഇവനെ കൈകാര്യം ചെയ്യാൻ ഞാൻ തന്നെ മതി. എൻ്റെ പെണ്ണിനെ ഇനി അവൻ ബുദ്ധിമുട്ടിച്ചാൽ പിന്നെ ഇവൻ നേരെ എണീറ്റ് നടക്കില്ല. മോനോടൊന്ന് ഉപദേശിച്ചു കൊടുത്തേക്ക്, അവൻ ഗൗരവത്തിൽ പറഞ്ഞു. അവൻ്റെ വെല്ലുവിളി കേട്ടപ്പോൾ തന്നെ ബാപ്പാൻ്റെയും മോൻ്റെയും തൊണ്ട പറ്റി. ഇനി ഞാൻ അങ്ങനെ ഒന്നും ഒരിക്കലും ചെയ്യില്ല. എനിക്കൊരു തെറ്റ് പറ്റിയതാണ്, ക്ഷമിക്കണേ, ഷഫീഖ് കിടന്ന കിടപ്പിൽ പറഞ്ഞു. അവനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. നല്ല പരിക്കുണ്ട്. ചക്കന്മാർ നല്ല രീതിയിൽ തന്നെ അവൻ്റെ മേൽ വിളയാടിയിട്ടുണ്ട്. കൈയും കാലും ഒടിഞ്ഞതിലും പുറമെ മുഖത്ത് നല്ല നീര് വെച്ചിട്ടുണ്ട്. ഇവന് നല്ല പണി തന്നെയാണ് കിട്ടിയത്. ശരി, ഇനി നിങ്ങളെ ഭാഗത്തു നിന്നും ഒന്നും ഉണ്ടാവില്ല എന്ന ഉറപ്പിൽ ഞങ്ങൾ കേസ് പിൻവലിക്കാം. ഇനി എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ കേസും കൂട്ടവും ഒന്നും ഉണ്ടാവില്ല. ഞാൻ ഒരു വരവിങ് വരും. ഇല്ല, ഒന്നും ഉണ്ടാവില്ല, ഷഫീഖും അബ്ദുറഹ്മാനും ഒറ്റ സ്വരത്തിൽ പറഞ്ഞു. അങ്ങനെ അവനും സമദും പോലീസുകാരും അവിടെ നിന്നിറങ്ങി. SIയും സമദും കുറച്ചു നേരം കൂടി സംസാരിച്ച ശേഷം അവർ പിരിഞ്ഞു. ദിവസങ്ങൾ കടന്നുപോയി. അവൻ്റെയും സനുവിൻ്റെയും പ്രണയവും ദൃഢമായി തുടർന്നു. അവരങ്ങനെ കുറുകും പ്രാവുകളെപ്പോലെ രാവോളം കുറുകിക്കൊണ്ടിരുന്നു. ആ വെള്ളിയാഴ്ച അവൻ അവളെ കൂട്ടാൻ വേണ്ടി അവളുടെ കോളേജിലെത്തി. അവളോട് പറയാതെയാണ് ചെന്നത്. ബുള്ളറ്റിൽ അവളെയും പിന്നിലിരുത്തി പോകാൻ അവന് വല്ലാത്ത കൊതി തോന്നിയപ്പോൾ പെട്ടെന്നങ്ങ് പോയതാണ്. ഫൗസിയോട് തല്ലിപിടിച്ച് ബസ് സ്റ്റോപ്പിലേക്ക് വരുന്ന നേരത്താണ് പെട്ടെന്നവൾ റോഡരികിൽ അവനെ കാണുന്നത്. എന്നും വിളിച്ച് ഒരുപാട് നേരം സംസാരിക്കാറുണ്ടെങ്കിലും നേരിട്ട് കാണുമ്പോൾ അത് വേറൊരു ഫീലാണല്ലോ. ബുള്ളറ്റിൽ നിന്നിറങ്ങാതെ കയ്യും കെട്ടി തന്നെ നോക്കി നിൽക്കുന്ന തൻ്റെ പ്രാണനെ കണ്ടപ്പോൾ അവളുടെ മുഖം ചുവന്ന് കയറി വരുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ചറപറ സംസാരിച്ചു കൊണ്ടിരുന്ന ഫൗസി അവനെ കണ്ട്. ദേ സനു, നിന്റെ ചെക്കൻ വന്നല്ലോ. ആള് വരുന്നത് നീ പറഞ്ഞില്ലല്ലോ. അതിനെനിക്കറിയില്ലടി, എന്നോട് പറഞ്ഞിട്ടില്ല. രാവിലെ പോലും സംസാരിച്ചതാ. ആണോ? എന്നാ വേഗം വിട്ടോ, ഞാൻ ബസ്സിൽ വരാം. അതും പറഞ്ഞ് ഫൗസി സനുവിൻ്റെ കയ്യും പിടിച്ച് അവൻ്റെ അരികിലെത്തി. എന്തായാലും നിങ്ങളെ പെണ്ണിന് ഈ വരവ് സർപ്രൈസ് ആയിട്ടോ? എന്നാ ഞാനങ്ങോട്ട് പോട്ടെ, ചിരിച്ചുകൊണ്ട് അമ്മനോട് ഫൗസി യാത്ര പറഞ്ഞു. ഫൗസി പോകുന്നതും നോക്കി നിൽക്കുന്ന സനുവിനെ അമ്മനൊന്ന് തോണ്ടി. പെട്ടെന്ന് അവൾ തിരിഞ്ഞു നോക്കി.
നമുക്ക് പോയാലോ? പോവാം. സനുവിന് അവൻ്റെ മുഖത്ത് നോക്കാൻ ചമ്മൽ തോന്നുന്നുണ്ടായിരുന്നു. ഇന്നെന്താ പെണ്ണേ, നിന്റെ നാവിറങ്ങിപ്പോയോ? ഫോണിലൂടെ നിർത്താതെ സംസാരിക്കുന്ന എൻ്റെ വായാടിപ്പെണ്ണിന് ഇന്ന് എന്തു പറ്റി? അത് കേട്ടപ്പോൾ അവൾ അമൻ്റെ മേലേക്ക് ചിരിച്ചുകൊണ്ട് ചാഞ്ഞു കിടന്നു. 3 ദിവസം തമ്മിൽ കാണാതിരുന്നപ്പോഴേക്കും നിനക്ക് നാണം വന്നോ? നീ അങ്ങ് എത്തുന്നത് കാത്തിരിക്കാൻ എനിക്ക് വയ്യാത്തത് കൊണ്ടാണ് വണ്ടിയെടുത്ത് ഇങ്ങ് പോകുന്നത്. മിററിലൂടെ അവളുടെ കളികൾ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു. പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ സർപ്രൈസായിപ്പോയി മുത്തേ, അവൾ പതുക്കെ പറഞ്ഞുകൊണ്ട് ചിരിച്ചു. പതിയെ പതിയെ വീടെത്തുമ്പോഴേക്കും അവൾ വായാടിയായി മാറിയിരുന്നു. രാത്രി ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷമായിരുന്നു. റാബിയുടെ സ്പെഷ്യൽ കപ്പ ബിരിയാണി ആയിരുന്നു ഫുഡ്. എല്ലാവരും ആസ്വദിച്ചു കഴിഞ്ഞു. മോനെ, നീ എന്നാ അറക്കൽ തറവാട്ടിൽ പോകുന്നത്? അത് ഞാൻ തീരുമാനിച്ചിട്ടില്ല ഉപ്പ. പിന്നെ നമുക്ക് നാളെ ഒരു ട്രിപ്പായാലോ? നമുക്ക് 4 പേർക്കും കൂടി. നിക്കാഹ് കഴിഞ്ഞ ശേഷം നമ്മളെവിടെയും പോയിട്ടില്ലല്ലോ. പോകാലോ. നമുക്കെന്നാ കണ്ണൂർ പോയാലോ? അപ്പോൾ നിനക്ക് നിൻ്റെ തറവാട്ടിലും കയറാം. എപ്പടി? സമതൊരു അഭിപ്രായം മുന്നോട്ട് വെച്ചു. എല്ലാവരും അതിനെ അനുകൂലിച്ചു. മോനെ, നമുക്കൊരു ദിവസം ഉമ്മയുടെ തറവാട്ടിലും പോകണം. അവിടെയും ചില കണക്കുകൾ നമുക്ക് തീർക്കേണ്ടതുണ്ട്. സമദ് പറഞ്ഞത് കേട്ട് അമനും സനവും മുഖത്തോട് മുഖം നോക്കി. അവർക്ക് കൊലപാതകത്തിൻ്റെ കഥയൊന്നും അറിയില്ലല്ലോ. റാബിയ ഇതുവരെ സമദിനോടല്ലാതെ ആരോടും അതൊന്നും വെളിപ്പെടുത്തിയിട്ടുമില്ല. അതെന്താ ഉമ്മി നമ്മുടെ തറവാട് വിട്ട് നമ്മൾ പോകുന്നത്? ഇത്രയും കാലം ഞാൻ അതൊന്നും നിങ്ങളോട് ചോദിച്ചിട്ടില്ല. ബാപ്പ ഉണ്ടായിട്ടും ഞാൻ അനാഥനായി വളരേണ്ടി വന്നു. ഇനി ബാക്കി കഥകൾ കൂടി എനിക്ക് കേൾക്കണം. അത് മോനെ ഒന്നും ഒളിപ്പിച്ചു വെച്ചതല്ല. മുൻപൊന്നും കാര്യങ്ങൾ പറയാനും ചെയ്യാനും നമുക്ക് വേറെ ആരും ഇല്ലായിരുന്നല്ലോ. അതാണ്. കഥകളെല്ലാം അറിഞ്ഞപ്പോൾ അമനും സനവും ഞെട്ടിത്തരിച്ചു നിന്നുപോയി. തന്നെയും കൊണ്ട് തൻ്റെ കുഞ്ഞമ്മ അനുഭവിച്ച ദുരിതങ്ങൾ കേട്ടപ്പോൾ അവന് വല്ലാത്ത മാനസിക പ്രയാസം തോന്നി. എന്തൊക്കെയോ ജീവിതത്തിൽ നടന്നു എന്നറിയാമെങ്കിലും ഇതുപോലെ വലിയൊരു ദുരന്തം അനുഭവിച്ചവരാണെന്ന് അവന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഉമ്മി, ഞാൻ പ്രായപൂർത്തിയായ ശേഷമെങ്കിലും ഈ കാര്യങ്ങൾ എന്നോട് പറഞ്ഞുകൂടായിരുന്നോ? നിന്നോട് പറഞ്ഞിട്ട് നീ ആ പ്രായത്തിൽ എന്തു ചെയ്യാനാണ്? ഇപ്പോഴാണെങ്കിൽ നമുക്ക് ബന്ധുബലമുണ്ട്. അവർക്കെതിരെ കേസ് കൊടുക്കാൻ തെളിവോ അതിനുള്ള പണമോ ഒന്നും അന്ന് ഉണ്ടായിരുന്നില്ലല്ലോ അല്ലേ? അവൻ്റെ ചോദ്യം കേട്ട് റാബിയ പറഞ്ഞു. ഇനി എന്തായാലും നമുക്കവിടെ ഒന്ന് പോകണം. ആദ്യം ഞാൻ അറക്കൽ തറവാട്ടിൽ ഒന്ന് പോയി വരട്ടെ. എന്നിട്ട് വേണം നമുക്ക് മൂത്താപ്പായെയും മോനെയും ഒന്ന് വിശദമായി കാണാൻ. അവൻ്റെ മുഖം മുറുകി. പെറ്റുമ്മയെ നഷ്ടപ്പെടുത്തിയവരോട് അവന് നല്ല ദേഷ്യം തോന്നുന്നുണ്ടായിരുന്നു. അന്ന് രാത്രി കിടക്കുമ്പോഴും അവൻ വല്ലാതെ ചിന്തയിലാണ്ടു. പണ്ട് നടന്ന ഓരോ സംഭവങ്ങളും അവൻ്റെ കൺമുന്നിലൂടെ ഒഴുകിക്കൊണ്ടിരുന്നു. അവൻ്റെ അടുത്ത് കിടക്കുന്ന സനവും റാബിയയുടെ വെളിപ്പെടുത്തലിൽ വല്ലാത്ത ഞെട്ടലിലാണ്. രണ്ടുപേരും പരസ്പരം സംസാരിക്കാതെ ചിന്തകളിലായി കിടന്ന് അങ്ങനെ ഉറങ്ങിപ്പോയി. രാവിലെ ഫുഡ് കഴിക്കുമ്പോൾ അവൻ ചോദിച്ചു, എന്നാ പുറപ്പെടാലോ കണ്ണൂർക്ക്? എല്ലാവരും റെഡിയല്ലേ? അതെ, പോവാം. എല്ലാവരും ഓരോ കൂട്ടം ഡ്രസ്സ് എടുത്ത് വണ്ടിയിൽ വെച്ചാൽ നന്നാവും. അങ്ങനെ വൈകാതെ തന്നെ അവർ കണ്ണൂരേക്ക് പുറപ്പെട്ടു. അമനാണ് കാർ ഓടിക്കുന്നത്. സമദ് കോ ഡ്രൈവർ സീറ്റിലും റാബിയും സനവും ബാക്കിലെ സീറ്റിലും ഇരുന്നു. ഇന്നലത്തെ അന്തരീക്ഷത്തിന് മാറ്റം വന്നതുകൊണ്ട് പരസ്പരം ചളിയടിയും കളിയാക്കിയും അവർ യാത്ര തുടർന്നു. മിററിലൂടെ ഇടയ്ക്ക് അമൻ സനവിനെ നോക്കിക്കൊണ്ടിരുന്നു. ഒരു തവണ കുറച്ചു നേരം കണ്ണും നോക്കിയിരുന്നപ്പോൾ വണ്ടി ചെറുതായി ഒന്ന് പാളി. നേരെ നോക്കി വണ്ടി ഓടിക്കടാ, അല്ലെങ്കിൽ അവളോട് മുന്നിലേക്ക് ഇരിക്കാൻ പറയാം. അത് വേണോ? സമദിൻ്റെ ട്രോൾ കേട്ടപ്പോൾ സനവും അമനും ചമ്മിക്കൊണ്ട് ചിരിച്ചു. പിന്നെ അവൻ നല്ല ചെക്കനായി നേരെ നോക്കി വണ്ടി ഓടിച്ചു. ഇടയ്ക്ക് ഫുഡ് കഴിക്കാൻ റെസ്റ്റോറൻറ്റിൽ കയറി. പിന്നെ നിസ്കാരവും കഴിഞ്ഞ് വീണ്ടും യാത്ര തുടർന്നു. ഏകദേശം 4 മണിക്കൂർ കൊണ്ട് അവർ കണ്ണൂർ എത്തിച്ചേർന്നു. നല്ല സന്തോഷത്തോടെയാണ് യാത്ര ചെയ്യുന്നതെങ്കിലും അറക്കൽ തറവാട്ടിൽ അമൻ കയറുമ്പോൾ എന്ത് സംഭവിക്കുമെന്നുള്ള ചെറിയൊരു ഉത്കണ്ഠ എല്ലാവരുടെ ഉള്ളിലും ഉണ്ടായിരുന്നു. പക്ഷേ അതാരും പരസ്പരം പങ്കുവച്ചില്ല. പുറമെ കളിയും ചിരിയുമായി എല്ലാവരും യാത്ര ആസ്വദിച്ചു. അവർ അവിടെ ഒരു ടാക്സി ഡ്രൈവറുടെ സഹായത്തോടെ അറക്കൽ തറവാട്ടിലേക്കുള്ള ദൂരം മനസ്സിലാക്കി. ഉപ്പ, അവർക്കറിയില്ലല്ലോ നമ്മൾ ചെല്ലുന്നത്. അവിടെ ആളില്ലാതെ ഇരുന്നാൽ നമ്മൾ അത്രയും ദൂരം യാത്ര ചെയ്തത് വെറുതെ ആവില്ലേ? അതുകൊണ്ട് അവരെ ഒന്ന് വിളിച്ചു നോക്കിയാലോ? അമൻ ചോദിച്ചു. സമദ് അത് ശരിവെച്ചുകൊണ്ട് അലി അക്ബറിൻ്റെ ഫോണിലേക്ക് കോൾ ചെയ്തു. അന്ന് വന്നപ്പോൾ അയാളുടെ കാർഡ് സമദിന് നൽകിയിരുന്നു. അയാൾ അവിടെ ഉണ്ടെന്നറിഞ്ഞപ്പോൾ നേരെ അവരുടെ കാർ അറക്കൽ തറവാട്ടിലേക്ക് പാഞ്ഞു. സമദിൻ്റെ കാൾ വന്നതിന് ശേഷം അലി അക്ബർ വല്ലാത്ത സന്തോഷത്തിലാണ്. മകനെ കാണാൻ പോയെങ്കിലും അവൻ വരുമെന്ന് യാതൊരുവിധ പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. ഇത്രയും പെട്ടെന്ന് അവൻ തറവാട്ടിലേക്ക് വരുന്നത് അയാൾക്ക് വല്ലാത്തൊരു അനുഭൂതി നൽകി. അയാൾ വേഗം ജ്യേഷ്ഠന്മാരെ വിളിച്ചറിയിച്ചു. എല്ലാവരും അടുത്തടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. അലി കൊച്ചുമകൻ വരുന്നത് ഉമ്മയോട് പറഞ്ഞപ്പോൾ ആ വൃദ്ധയുടെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകി. അവർക്ക് ആരോഗ്യം കൂടിയതുപോലെ അറക്കൽ തറവാട് ഉണർന്നു. കുറഞ്ഞ സമയം കൊണ്ട് എത്തിച്ചേരുന്ന അതിഥിയെ വരവേൽക്കാൻ തറവാടൊരുങ്ങി. അലി അക്ബറിൻ്റെ ഭാര്യ സെൽമ അല്ലാത്ത എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. സെൽമക്ക് പക്ഷേ
വല്ലാത്തൊരു പേടി ഉള്ളിൽ കടന്നുകൂടിയിട്ടുണ്ട്. ആ കുഞ്ഞിനൊരു പക്ഷേ പിതാവിനെ നഷ്ടപ്പെട്ടത് താൻ മൂലമായിരിക്കും. അതിനവനോട് മാപ്പ് പറഞ്ഞേ പറ്റൂ, അവൾ ഉറപ്പിച്ചു. എല്ലാവരും തറവാടിൻ്റെ ഉമ്മറത്ത് തന്നെ കാത്തിരിപ്പ് തുടങ്ങി. അവരുടെ കാത്തിരിപ്പിന് വിരാമം കുറിച്ചുകൊണ്ട് സമദിൻ്റെ കാർ അറക്കൽ തറവാട്ടിൻ്റെ വീട്ടുമുറ്റത്തേക്കെത്തി. കാറിൽ നിന്ന് തന്നെ അമൻ ആ തറവാടിൻ്റെ ഉമ്മറത്ത് ചിരി തൂകി നിൽക്കുന്ന മുഖങ്ങളെ കണ്ടു. അവൻ എങ്ങനെ അവരോട് പെരുമാറുമെന്ന് ഒരു ഊഹവും ഉണ്ടായിരുന്നില്ല. എങ്കിലും മാനുഷിക പരിഗണന വെച്ച് എല്ലാവരോടും നല്ല നിലയിൽ പെരുമാറാൻ അവൻ തീരുമാനിച്ചു. സമദും റാബിയയും സനവും ഒന്നും മിണ്ടാതെ അവനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. അവനെ ഒന്നിനു വേണ്ടിയും അവർ നിർബന്ധിക്കില്ല എന്നവർ മുമ്പ് തന്നെ തീരുമാനിച്ചിരുന്നു. കാർ എത്തിയെങ്കിലും ആരും പുറത്തേക്കിറങ്ങാത്തതുകൊണ്ട് അലി അക്ബർ വണ്ടിയുടെ അരികിലേക്ക് ഇറങ്ങി വന്നു. അയാൾ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കുനിഞ്ഞു നോക്കിയപ്പോൾ അമൻ അയാളെയും ഒന്ന് നോക്കി. അവൻ ചിരിക്കാൻ ശ്രമിച്ചെങ്കിലും അതൊരു വിളറിയ ചിരി മാത്രമായി തീർന്നു. അവൻ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി. സമദും റാബിയയും സനവും കാറിൽ നിന്ന് ഇറങ്ങിയില്ല. അമൻ അവരോട് ഇറങ്ങാനും പറഞ്ഞില്ല. ഡോർ അടച്ചുകൊണ്ട് അവൻ മുന്നോട്ട് നടന്നു. അലി അക്ബർ അവൻ്റെ പിന്നാലെയും. അമൻ്റെ നെഞ്ചകം തുടികൊട്ടുന്നുണ്ടായിരുന്നു. ആദ്യമായാണ് തറവാട്ടിൽ കാലുകുത്തുന്നത്. തന്നെ പ്രസവിക്കുന്നതുവരെ തൻ്റെ ഉമ്മ ജീവിച്ച വീടാണ് എന്നോർത്തപ്പോൾ അവൻ്റെ നെഞ്ച് പെട്ടെന്ന് കനത്തു തുടങ്ങി. മെയ്കൾ ഈറനണിഞ്ഞു. അലിയുടെ ജ്യേഷ്ഠന്മാരും കുടുംബവും മുന്നിൽ തന്നെയുണ്ട്. അവനെ കണ്ടപ്പോൾ എല്ലാവരുടെയും മുഖം തെളിഞ്ഞു. അവന് അലിയുടെ അതേ മുഖച്ഛായ തന്നെയാണല്ലോ. പെൺകുട്ടികളെല്ലാവരും സഹോദരനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. വരൂ മോനെ. അവൻ സ്റ്റെപ്പിൻ്റെ അവിടെ എത്തിയപ്പോൾ അവിടെ ഒന്ന് നിന്നിട്ട് തിരിഞ്ഞു നോക്കി. കാറിൽ നിന്നും മറ്റു 3 പേരും അവൻ്റെ ഓരോ ചുവടും നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവൻ ബിസ്മി ചൊല്ലി അകത്തേക്ക് കയറി. അലി അക്ബറിൻ്റെ സഹോദരന്മാരായ അലി അൻവറും അലി അഷ്കറും അവൻ്റെ അടുത്തേക്ക് വന്നു. ഒട്ടൊരു നിമിഷങ്ങൾക്ക് ശേഷം അവർ 2 പേരും അവനെ ആശ്ലേഷിച്ചു. ആദ്യം അവന് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നിയെങ്കിലും തൻ്റെ ചോരയാണെന്ന് ഓർത്തപ്പോൾ അവനത് നിസ്സാരമാക്കി തള്ളിക്കളഞ്ഞു. അപ്പോഴാണ് അലിയുടെ സഹോദര ഭാര്യയുടെ കൈപിടിച്ചുകൊണ്ട് അലിയുടെ ഉമ്മ സാറാ ബീവി അവിടേക്ക് വന്നത്. അവർക്ക് അവനെ കണ്ടപ്പോൾ കണ്ണുനീർ കൊണ്ട് കാഴ്ച മങ്ങി പോകുന്നുണ്ടായിരുന്നു. അവൻ്റെ അടുത്തേക്ക് ചെന്ന് ആ മുഖം കയ്യിലെടുത്ത് അവർ വിതുമ്പിപ്പോയി. പെട്ടെന്ന് കുഴഞ്ഞതുപോലെ വലിയമ്മ പിന്നാക്കം വീഴാൻ പോയപ്പോൾ അമൻ പെട്ടെന്ന് പിടിച്ചു നിർത്താൻ ശ്രമിച്ചു. പക്ഷേ അവർ വീണ്ടും വീഴാൻ പോകുന്നത് കണ്ട് എല്ലാവരും ഓടിയെത്തി. എല്ലാവരും കൂടി ഉമ്മയെ പെട്ടെന്ന് തന്നെ അകത്തേക്ക് കൊണ്ടുപോയി കിടത്തി. ഉമ്മ അങ്ങനെയാണ്. ഉമ്മക്ക് തീരെ സുഖമില്ല. മോനിന്ന് വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ ഉള്ള ഉഷാറിന് എഴുന്നേറ്റ് നടന്നതാണ്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു പെട്ടെന്ന് തന്നെ കുഴിഞ്ഞുപോയത്, അൻവർ അമനോട് പറഞ്ഞു. അതിനവൻ മറുപടി ഒന്നും പറഞ്ഞില്ല. കാറിലുള്ളത് ആരാണ്? അവർ ഇറങ്ങിയില്ലല്ലോ. അവരോട് ഇറങ്ങാൻ പറയൂ. അത് എൻ്റെ ഉമ്മയും ഉപ്പയും എൻ്റെ വൈഫുമാണ്. അവർ ഇറങ്ങുന്നില്ല. ഞാൻ പോവുകയാണ്. വാപ്പുമ്മയെ കാണുക മാത്രമാണ് ലക്ഷ്യം. അത് സാധിച്ചല്ലോ. അതെന്താ വേഗം പോകുന്നത്? ഞങ്ങൾക്ക് നിന്നെ കണ്ട് കൊതി തീർന്നിട്ടില്ല മോനെ. ഇന്നിവിടെ സ്റ്റേ ചെയ്യാം. നിങ്ങൾക്ക് നാളെ പോയാൽ പോരെ? അതൊന്നും വേണ്ട. എൻ്റെ ഉമ്മിയെ നിഷ്കരുണം ഉപേക്ഷിച്ച് കളഞ്ഞ ഈ വീട്ടിൽ ഞാൻ എങ്ങനെ നിൽക്കും? എങ്ങനെ രാത്രി തങ്ങും? എനിക്കതിന് കഴിയില്ല. അവൻ്റെ ചോദ്യം കേട്ട് എല്ലാവരും പ്രജ്ഞാറ്റ് നിന്നു. അടുത്ത ഭാഗത്തിനു വേണ്ടി കാത്തിരിക്കുക. തുടരും.